വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. റംബൂട്ടാൻ കൃഷി ലാഭകരമാക്കാൻ സ്വന്തം കൃഷിത്തോട്ടത്തിലൂടെ മറുപടി നൽകി തിരുമാറാടി സ്വദേശി. 6 ഏക്കർ സ്ഥലത്ത് നടത്തിയ റംബൂട്ടാൻ കൃഷിയിലൂടെ വൻ വിജയമാണ് MC സാജു പങ്കുവയ്ക്കുന്നത്. റംബൂട്ടാൻ കൃഷി ലാഭകരമാണോ എന്ന നിരവധി കർഷകരുടെ സംശയങ്ങൾക്ക് സ്വന്തം കൃഷിത്തോട്ടത്തിലൂടെ മറുപടി നൽകുകയാണ് കൂത്താട്ടുകുളം തിരുമാറാടി സ്വദേശിയായ മംഗലത്ത് MC സാജു. വർഷങ്ങളായി കൃഷിരംഗത്ത് സജീവ സാന്നിധ്യമായ ഈ കർഷകൻ തന്റെ 6 ഏക്കർ സ്ഥലത്ത് നടത്തിയ റംബൂട്ടാൻ കൃഷിയിലൂടെ വൻ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. സാജുവിന്റെ പുരയിടത്തിന് സമീപത്തുള്ള ഈ മാതൃകാ കൃഷിത്തോട്ടം ഇന്ന് കാണാൻ തന്നെ ഏറെ മനോഹരവും വിജയകരമായ റംബൂട്ടാൻ കൃഷിക്ക് ഉത്തമ ഉദാഹരണവുമാണ്. ഈ സീസണിലെ റംബൂട്ടാൻ വിളവെടുപ്പ് തോട്ടത്തിൽ സജീവമായി പുരോഗമിക്കുകയാണ്. മികച്ച ഗുണനിലവാരമുള്ള പഴങ്ങളായതിനാൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള മൊത്ത കച്ചവടക്കാരാണ് സാജുവിന്റെ തോട്ടത്തിലെ റംബൂട്ടാൻ മുഴുവനായും എടുത്തിരിക്കുന്നത്. കേവലം ഒരു സീസണിലേക്ക് മാത്രമല്ല 10 വർഷത്തെ ദീർഘകാല കരാറടിസ്ഥാനത്തിലാണ് കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത് എന്നത് കൃഷിയുടെ വലിയ സ്ഥിരതയെയാണ് കാണിക്കുന്നത്. ഈ വർഷത്തെ വിളവെടുപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒത്തിരി പേർക്ക് സംശയം വന്നു, റംബൂട്ടാന് ഭയങ്കര വിലയിടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നു. അത് ഈ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ 4, 5, 6 ഒക്കെ മരങ്ങളുള്ളവർക്കാണ്. എന്നാൽ നമ്മൾ എണ്ണം കൂടുതലുണ്ടെങ്കിൽ, അതായത് ഇതൊക്കെ തോട്ടാടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത് വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ വലയിട്ട് എടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഈ രീതിയിൽ പഴുത്താൽ മാത്രമേ അവർ കായ കൊണ്ടുപോകുള്ളൂ, പഴം കൊണ്ടുപോകുള്ളൂ. സേലം സ്വദേശിയായ മാരിയപ്പന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളികളാണ് നിലവിൽ തോട്ടത്തിൽ വിളവെടുപ്പ് നടത്തുന്നത്. ഓരോ മരത്തിന്റെ ചുവടുകളും കേന്ദ്രീകരിച്ച് പ്രത്യേക പ്ലാസ്റ്റിക് ട്രേകളിലാണ് പഴങ്ങൾ ശേഖരിക്കുന്നത്. മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ പഴങ്ങൾ ഗുണനിലവാരമനുസരിച്ച് തരം തിരിച്ച് വെവ്വേറെ ട്രേകളിലാക്കുന്നു. ഇത് പഴങ്ങൾ കേടുപാടുകൾ കൂടാതെ വിപണിയിലെത്തിക്കാൻ സഹായിക്കുന്നു. ആരെയും കൊതിപ്പിക്കുന്ന തരത്തിൽ ചുവന്നു തുടുത്തു നിൽക്കുന്ന ഈ റംബൂട്ടാൻ തോട്ടം ഇന്ന് തിരുമാറാടി ഗ്രാമത്തിന് തന്നെ വലിയൊരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. സാജുവിന്റെ വിജയകരമായ വിളവെടുപ്പ് വിവരം പറഞ്ഞ കർഷക കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി ബോബൻ വർഗീസും തിരുമാറാടി കൃഷി ഓഫീസർ CD സന്തോഷും കൃഷിയിടത്തിൽ എത്തിച്ചേർന്നിരുന്നു. അവർ സാജുവിനോടൊപ്പം തോട്ടം ചുറ്റിക്കണ്ട വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും മറ്റിതര കർഷകർക്ക് മാതൃകയായ ഈ കാർഷിക മുന്നേറ്റത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. റംബൂട്ടാൻ വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ വില കിട്ടുന്നതുകൊണ്ട് ഒരു സെക്കൻഡറി എന്നുള്ള നിലയിൽ വാല്യൂ അഡീഷനിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷെ ഇതിനൊരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ഇപ്പോൾ വാല്യൂ അഡീഷൻ നോക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ പൊതുവെ കൂടുതൽ റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന ഏരിയകളിൽ അത് ഏറ്റെടുക്കാനും അത് വിപണനം നടത്താനും നമുക്ക് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മികച്ച വില ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് മറ്റുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമായി. റംബൂട്ടാൻ മാത്രമല്ല, കൃഷിയിൽ വലിയൊരു വൈവിധ്യം തന്നെ സാജു തന്റെ പുരയിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന കൃഷിയായ 6 ഏക്കറിലെ റംബൂട്ടാന് പുറമെ 1 ഏക്കറിൽ ഡ്രാഗൺ ഫ്രൂട്ടും 2 ഏക്കറിൽ ജാതി കൃഷിയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. കൂടാതെ കൊക്കോ ഉൾപ്പെടെയുള്ള മറ്റ് കൃഷികൾക്കായി 2 ഏക്കർ സ്ഥലവും മാറ്റിവെച്ചിരിക്കുന്നു. ഇതിനു പുറമെ സ്വന്തമായി റബ്ബർ കൃഷിയും ഇദ്ദേഹത്തിനുണ്ട്. റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടിനും പുറമെ വിപണിയിൽ ഏറെ പ്രിയമുള്ള ദുരിയൻ, പുലാസാൻ, മാംഗോസ്റ്റിൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങളും സാജുവിന്റെ തോട്ടത്തിൽ വിജയകരമായി വിളയുന്നുണ്ട്. പരമ്പരാഗത കൃഷികളിൽ നിന്നും മാറി വിപണി സാധ്യതയുള്ള പഴവർഗ്ഗ കൃഷിയിലേക്ക് തിരിയുന്നവർക്ക് വലിയൊരു പ്രചോദനമാണ് കർഷകനായ MC സാജു. ഒരു സംവിധാനവും സർക്കാർ സംഭരണം ഒരു പരിഹാരമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ ഇപ്പോൾ തന്നെ ഏകദേശം 10,000 ഹെക്ടറിൽ, അതായത് 25,000 ഏക്കറിലധികം ഈ കൃഷി വ്യാപിച്ചിട്ടുണ്ട്. 1 ലക്ഷം ടണ്ണിലധികമാണ് ഇതിന്റെ ഉൽപാദനം നടക്കുന്നത്. ഈ മൊത്തം കേരളത്തിൽ 1 ലക്ഷം ടണ്ണിലധികം ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ 8-10 ടണ്ണ് സർക്കാർ സംഭരണം കൊണ്ട് പ്രത്യേകിച്ച് കർഷകർക്ക് അത് അത്ര ഗുണകരമാകത്തില്ല. എന്നാൽ ഇതിന്റെ ഒരു വിപണി വളരുന്നത്, ഇന്ത്യൻ മാർക്കറ്റിൽ പഴവിപണി വളരുന്നത് 17%, കൃഷി വളരുന്നത് 6% ഉള്ളൂ. അപ്പൊ ഈ 11% ആ വ്യത്യാസമുണ്ട്. നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇതിന് വലിയൊരു വിപണിയുണ്ട്. ആ വിപണിയിലേക്ക് ഇതിനെ കൂടുതൽ പരിചയപ്പെടുത്തി വലിയ തോതിൽ, അതായത് ഇപ്പം പൈനാപ്പിളിനെ പരിചയപ്പെടുത്തിയ മാതിരി റംബുട്ടാൻ പരിചയപ്പെടുത്താനുള്ള ഹോർട്ടികോർപ്പിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആ സംവിധാനമാണ് കുറച്ചുകൂടി ഫലപ്രദമാകാൻ സാധ്യത. കർഷകർക്ക് പൂർണ്ണ പിന്തുണയും അനുകൂലമായ നിലപാടുകളുമായിട്ടാണ് നിലവിലെ സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് പറഞ്ഞു. കർഷകർക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന ഒരു സർക്കാരാണെന്ന് കേരളത്തിലുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ സിദ്ദിഖ് കൃഷി വകുപ്പ് മന്ത്രി എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അതേക്കുറിച്ച് പഠിക്കാനും അതിന് വേണ്ടതായ നടപടി സ്വീകരിക്കാനും താല്പര്യമുള്ള ഒരു മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തുന്നതാണ്. ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നല്ല രീതിയിൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന
സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനുവേണ്ട ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. കർഷകരുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. ലോകത്ത് ഏത് കൃഷി എവിടെ ചെയ്താലും ഒരു ഏക്കറിന് പരമാവധി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയുടെ അടുത്തേ വരുള്ളൂ. പക്ഷെ റംബുട്ടാൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം കേരളത്തിനുള്ളപ്പം ഈ പുതുതലമുറ ഈ കൃഷിയിലേക്ക് വരുന്നവർക്ക് ഇതിന്റെ വിപണനം ഒന്ന് വിപുലീകരിക്കാനുള്ള ഒരു സംവിധാനം, അതായത് പ്രൊപ്പഗൻഡ പരമാവധി നോർത്ത് ഇന്ത്യയിലേക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ലോജിസ്റ്റിക് സംവിധാനം കൂടെ ഉപയോഗിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് ഇതിനെ എത്തിക്കുകയും ഒപ്പം തന്നെ ഈ ദുബായ് മാർക്കറ്റ് പോലുള്ള അലവീർ മാർക്കറ്റിലേക്കൊക്കെ ഇത് എത്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരമാണ് ഈ റംബുട്ടാൻ കൃഷി. പുതിയ കൃഷിയിനങ്ങൾ കൂടി ഈ പരിധിയിൽ കൊണ്ടുവരുന്നതോടെ കർഷകർക്ക് കൂടുതൽ താങ്ങും തണലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.